രാധേ രാധേ, ഗുഡ് മോർണിംഗ്. നമുക്കും ദൈവത്തിനുമിടയിൽ ഒരു മീഡിയേറ്ററിന്റെ ആവശ്യമുണ്ടോ? എനിക്കും ദൈവത്തിനുമിടയിൽ നീ മധ്യസ്ഥത വഹിക്കണമേ എന്ന് പറയുന്നത് ഒരിക്കലും ഹിന്ദുമതത്തിന്റെ രീതിയല്ല. എന്നാൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഗുരുക്കന്മാര് ഹിന്ദുമതത്തെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. ആരും കാവി ഉടുത്തു വന്ന് ഗുരുവായി മാറുകയാണ്. സ്വന്തം പിതാവിനോ മാതാവിനോ ബലിയിടാത്ത ഒരാള് അയാൾക്ക് എങ്ങനെ ദൈവാധീനം ഉണ്ടാകാനാണ് എന്ന് പറഞ്ഞാൽ, സ്വന്തം മാതാപിതാക്കളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ബലിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ ദൈവം സ്നേഹിക്കുമോ? ദൈവത്തിന്റെ സ്നേഹത്തെയാണ് നമ്മൾ ദൈവാധീനം എന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ ഒരു സ്ത്രീയോട് അവരുടെ ഗുരു പറഞ്ഞത്രേ, നിങ്ങൾക്ക് കുഴപ്പമില്ല, നല്ല ദൈവാധീനമുണ്ട്, ബെസ്റ്റ് ഗുരു എന്ന് പറഞ്ഞാൽ സ്വന്തം അച്ഛനെയും അമ്മയെയും അവർക്ക് ബലിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ദൈവം നിങ്ങളെ സ്നേഹിച്ചുകൊള്ളും. അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തെ നമ്മൾ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ശരിക്കും ഈ ഗുരു ഇവരെ മിസ്ലീഡ് ചെയ്യുകയല്ലേ? അവരോട് കൃത്യമായി പറഞ്ഞു കൊടുത്ത ആ പിതാവിന് ബലി ഇടിയിപ്പിച്ചിരുന്നെങ്കിലോ അവർ ഭാവിയിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അവർ ഒഴിയത്തില്ലേ? 32 വയസ്സായിട്ടും വിവാഹം നടക്കാത്തൊരു പെൺകുട്ടി പറയുകയാണ്, എൻ്റെ ഗുരു നടത്തി തരും. ആയ കാലത്ത് നല്ല സമയത്ത് മംഗല്യഭാഗ്യം കൊടുക്കാൻ കഴിയാത്ത ഗുരു ഇനി എന്നാണാവോ കൊടുക്കുന്നത്? എൻ്റെ ഒരു സ്റ്റുഡന്റ് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ അടുത്താണ് താമസം. അപ്പൊ ഞാൻ പറഞ്ഞു, ഗണപതിയെ പോയി കണ്ടൂടെ? അപ്പൊ പറയുകയാണ്, ഞാൻ ഇവിടെ ഒരു ഗുരുവിൽ വിശ്വസിക്കുകയാണ്, ഞങ്ങളുടെ ഗുരു പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തിൽ പോകരുതെന്ന്. നോക്കൂ, ഗുരുക്കന്മാരെ ആശ്രയിച്ച് മടുത്തിട്ടാണ് ശ്രീബുദ്ധൻ അവരെ ഉപേക്ഷിച്ചത്. എന്നാണോ ബുദ്ധൻ ഗുരുവിനെ ഉപേക്ഷിച്ചത്, അതിനുശേഷമാണ് ബുദ്ധന് ജ്ഞാനോദയം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ശ്രീബുദ്ധൻ പറയുന്നു, ഗുരുക്കന്മാരെ ആശ്രയിച്ച് വഴി തെറ്റരുതേ. ശരിക്കും ശ്രീബുദ്ധനെ പോലും ആശ്രയിച്ചു കഴിഞ്ഞ ആനന്ദന് ശ്രീബുദ്ധൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ജ്ഞാനോദയം ഉണ്ടായത്. ഞാൻ എൻ്റെ രാധാറാണിയാണ് ഗുരുവാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനുഷ്യനെ അല്ല ഗുരുവാക്കേണ്ടത്. കൃഷ്ണൻ ഭൂമിയിൽ അവതരിച്ചപ്പോൾ ട്രാൻസെൻഡന്റൽ ബോഡിയാണ്, കുടലൊന്നുമില്ല, അതുകൊണ്ട് മലമൂത്ര വിസർജനമില്ല. ദൈവം എപ്പോഴും ഭൂമിയിൽ വരികയാണെങ്കിൽ, അതായത് നിങ്ങളുടെ ഗുരു ദൈവമാണെങ്കിൽ ട്രാൻസെൻഡന്റൽ ബോഡി ആയിരിക്കണം, മലമൂത്ര വിസർജനം കാണത്തില്ല. മലവും മൂത്രവും ചുമന്നുകൊണ്ട് കിടക്കുന്ന ഗുരു ദൈവവുമല്ല. അതുകൊണ്ട് എൻ്റെ ഗുരു രാധാറാണിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും കൃഷ്ണനെ ഗുരുവാക്കൂ, മനുഷ്യനെ മാറ്റി നിർത്തിയിട്ട് ഭഗവാനെ ഗുരുവാക്കൂ, ശ്രീകൃഷ്ണനെ ഗുരുവാക്കൂ, രാധാറാണിയെ ഗുരുവാക്കൂ, ശിവഭഗവാനെ ഗുരുവാക്കൂ. ഗുഡ് മോർണിംഗ്. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ.